കൂടത്തായിലെ കൂട്ടക്കുരുതിയുടെ കഥ പറയുന്ന കറി ആൻഡ് സയനൈഡ് ഡോക്യുമെന്ററിക്ക് വൻ പ്രേക്ഷക പ്രതികരണം. കൂടത്തായി ഈ ഒരു പേര് കേട്ടാൽ മതി, ഭീതി കൊണ്ട് ഒരു മരവിപ്പാണ് ശരീരമാകെ. പല ക്രൈം ത്രില്ലർ സിനിമകളെയും സീരീസുകളെയും കടത്തിവെട്ടുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് കൂടത്തായിലെ കൂട്ടക്കൊലപാതക കേസ്. ഫാന്റസിയേക്കാൾ ഭീകരമായ റിയലിസം. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ കൂടത്തായി കൊലപാതക കേസ് കറി ആൻഡ് സയനൈഡ് ദി ജോളി ജോസഫ് കേസ് എന്ന പേരിൽ ഡിസംബർ 22-നായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററിയായി ഇറങ്ങിയത്. 2 തവണ ദേശീയ പുരസ്കാരം നേടിയ ക്രിസ്റ്റോ ടോമിയാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. നിരവധി ക്രൈം ത്രില്ലറുകൾ നെറ്റ്ഫ്ലിക്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചുകൊണ്ട് ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ 6 കൊലപാതകങ്ങൾ നടത്തിയ ലേഡി സീരിയൽ കില്ലറായ ജോളിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക തന്നെ വേണം. പൊന്നാമറ്റം തറവാട്ടിൽ ജോളി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ തുടങ്ങി പിന്നീട് അവിടെ സംഭവിച്ച സകല കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു കഥ പറയുന്ന ശൈലിയിലാണ് ഈ ഡോക്യുമെന്ററി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിൽ 17 വർഷം കൊണ്ട് 2002 മുതൽ 2016 വരെ നടന്ന 6 കൊലപാതകങ്ങൾ, അവയെ ചുറ്റിപ്പറ്റിയുള്ള പലരുടെയും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഈ ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നത്. ജോളിയുടെ ബന്ധുക്കൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഡോക്യുമെന്ററിയിലുണ്ട്. കൂട്ടക്കൊലപാതകങ്ങളുടെ ആസൂത്രണത്തിലും നടപ്പാക്കലിലും ജോളി എന്ന കൊടും കുറ്റവാളി നടത്തിയ സഞ്ചാരമാണ് ഈ ഡോക്യുമെന്ററി. 4 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഭീതിയോടെ ഓർക്കുന്ന ആ സംഭവങ്ങൾ ഡോക്യുമെന്ററി ആയി എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളുന്ന വിധം സസ്പെൻസ് എലമെന്റ്സുകൾ ഉൾപ്പെടുത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നല്ല പ്രേക്ഷക പ്രതികരണം ഡോക്യുമെന്ററിക്ക് ലഭിച്ചു കഴിഞ്ഞു. ജോളിയുടെ മരിച്ചുപോയ ഭർത്താവ് റോയിയുടെ സഹോദരങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് ഇന്റൻസ് ആയ ഒരു കാഴ്ചയായി തന്നെയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ ഡോക്യുമെന്ററിയിൽ ഒരു ചോദ്യം വരുന്നുണ്ട്: ഇത്രയും വിദ്യാഭ്യാസമുള്ള കുടുംബമായിരുന്നിട്ടും എന്തേ ജോളിയിൽ സംശയമൊന്നും തോന്നാതിരുന്നതെന്ന്. കുടുംബമല്ലേ, കുടുംബത്തിൽ വിശ്വാസമാണ് പ്രധാനമെന്നും അതുകൊണ്ട് സംശയമൊന്നും തോന്നിയില്ല എന്ന ഉത്തരവും പറയുന്നുണ്ട്. ആ വിശ്വാസത്തെ ജോളി പല വിധത്തിൽ ഉപയോഗപ്പെടുത്തിയതിന്റെ കഥയും കൂടി ഈ ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. 2002 പൊന്നാമറ്റം തറവാട്ടിലെ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസിൽ തുടങ്ങുന്ന കൊലപാതക പരമ്പര. 6 വർഷങ്ങൾക്കു ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസിന്റെ മരണം. 2ഇടങ്ങളിലും ജോളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള പെരുമാറ്റം അന്ന് ആ മരണത്തിന്റെ പിന്നിലെ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സാധിക്കാതെ പോയി. 2011 മൂന്നാമതായി ആ വീട്ടിൽ നടന്നത് ജോളിയുടെ ഭർത്താവ് റോയിയുടെ മരണമായിരുന്നു. പിന്നീട് ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജൂസ് കറിയുടെ ഭാര്യയും 2 വയസ്സ് മാത്രം പ്രായമുള്ള ആൽഫീൻ എന്ന കുരുന്നിന്റെയും അന്നമ്മയുടെ സഹോദരൻ മാത്യുവിനെയും ചേർത്ത് 6 പേരുടെ ജീവനെടുത്തു. രുചികരമായ ഭക്ഷണത്തിൽ സയനൈഡ് പോലത്തെ മാരകമായ വിഷം ചേർത്താണ് തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ജോളി കൊന്നത്. 2016 വരെ നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത് പിന്നെയും 3 വർഷങ്ങൾക്കു ശേഷമാണ്. കൊല്ലങ്ങൾ പഴക്കമുള്ള മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നത് തന്നെ വിചിത്രവും വിരളവുമായ സംഭവമായിരുന്നു. പോലീസിന്റെ അന്വേഷണവും കൂട്ടിക്കിഴിക്കലുകളുമെല്ലാം ആ വീട്ടിലെ പ്രധാന അംഗമായ ജോളിയിലേക്ക് ചുരുങ്ങി. അങ്ങനെ സ്വത്ത് തട്ടിയെടുക്കാനായി ജോളി സ്വന്തം കുടുംബാംഗങ്ങളെ സയനൈഡ് കൊടുത്ത് കൊന്നതിന്റെ ചുരുളഴിഞ്ഞു. 2019 ഒക്ടോബറിൽ ജോളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നും കൂടത്തായി എന്നും സയനൈഡ് എന്നും കേൾക്കുമ്പോൾ തലയിൽ ഷോൾ പുതച്ച് ക്യാമറയിലേക്ക് തുറിച്ചു നോക്കുന്ന ജോളിയുടെ മുഖമായിരിക്കും ആദ്യം ഓർമ്മ വരിക. ആരോടും പറയാത്ത വേറെയും അനേകം രഹസ്യങ്ങൾ ജോളിയുടെ ഉള്ളിലുണ്ടായിരിക്കാം. ഈ ഡോക്യുമെന്ററി കാണുന്ന ഏതൊരു പ്രേക്ഷകനെയും കൂടത്തായിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ഭീകരത ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്.